വയനാട്ടിൽ ആദിവാസി സ്ത്രീയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയ സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടർക്ക് സസ്പെൻഷൻ. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ജില്ലാ പ്രോജക്ട് ഓഫീസർക്ക് ശുപാർശ. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ സംഭവത്തിലെ അടിയന്തര നടപടി. വയനാട് എടവക പഞ്ചായത്ത് പള്ളിക്കലിലെ വീട്ടിച്ചാൽ 4 സെന്റ് ഉന്നതിയിലെ ആദിവാസി സ്ത്രീയായ ചുണ്ടമ്മ ഇന്നലെ രാവിലെ 10 മണിക്കാണ് മരിച്ചത്. തുടർന്ന് പതിവ് പോലെ മൃതദേഹമെത്തിക്കാൻ ട്രൈബൽ വകുപ്പിൽ ബന്ധപ്പെട്ടു. തിങ്കളാഴ്ച 3 മണിക്ക് ആംബുലൻസ് എത്തുമെന്ന് ആദ്യം അറിയിച്ചു. എന്നാൽ 4 മണിയായിട്ടും ആംബുലൻസ് എത്തിയില്ല. വാഹനം ലഭ്യമല്ല എന്ന വിവരം ട്രൈബൽ പ്രൊമോട്ടർ അറിയിച്ചു. പകരം വാഹനം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ബന്ധുക്കൾ ചേർന്ന് ഓട്ടോറിക്ഷയിൽ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി ഇടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്രാൻ അഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ UDF മാനന്തവാടി എക്സ്റ്റൻഷൻ ഓഫീസറെ ഉപരോധിച്ചു. എടവക പഞ്ചായത്തിലെ ചുണ്ടമ്മ എന്ന് പറയുന്ന ആദിവാസി സ്ത്രീ ഇന്നലെ വൈകുന്നേരം മരണപ്പെടുകയും അവരുടെ ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പട്ടിക വകുപ്പിന്റെ ആംബുലൻസ് ഇല്ല എന്ന് പേര് പറഞ്ഞുകൊണ്ട് സ്വകാര്യ ആംബുലൻസിനെ പോലും ആശ്രയിക്കാതെ ഓട്ടോറിക്ഷയിൽ കയറ്റിവിട്ടുകൊണ്ട് ആ ഭൗതിക ശരീരത്തെ അവഹേളിക്കുന്നൊരു സമീപനമാണ് പട്ടിക വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, ഈ സ്ഥലം MLA-യും സംസ്ഥാന പട്ടിക വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള OR കേളു MLA-യുടെ മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള ദുരൂഹമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. പ്രതിഷേധത്തിനൊടുവിൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറുമായി നടത്തിയ ചർച്ചയിൽ പ്രാഥമിക അന്വേഷണം നടത്തി ട്രൈബൽ പ്രൊമോട്ടറെ സസ്പെൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിന് ജില്ലാ പ്രൊജക്ട് ഓഫീസർക്ക് ശുപാർശ ചെയ്തു. തുടർ കാര്യങ്ങളിൽ ഗൗരവമായ ശ്രദ്ധയുണ്ടാകുമെന്നും സമരക്കാർക്ക് ഉറപ്പു നൽകി. 2 മണിക്കൂർ മറവ് ചെയ്യുന്നതിന് കണക്കായി ആംബുലൻസ് ലഭ്യമാക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷം വിവരമൊന്നും ലഭിച്ചില്ല. ഇന്ന് പിന്നെ 4 മണിക്കാണ് ആംബുലൻസ് ഇല്ല എന്ന വിവരം പഞ്ചായത്തിൽ അറിയുന്നത്. ആ സമയത്തേക്ക് ആ മൃതശരീരം ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയ അവസ്ഥയാണ് ഉണ്ടായത്. ഒരിക്കലും OR കേളു മിനിസ്റ്റർ, പട്ടികവർഗ മിനിസ്റ്ററുള്ള ഈ മണ്ഡലത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് എന്ന് ഈ കാര്യം മനസ്സിലാക്കുകയാണ്. അതേസമയം പട്ടികവർഗ വകുപ്പ് മന്ത്രി കേളുവിന്റെ മണ്ഡലത്തിൽ നടന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് UDF തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.